ചൈന രണ്ട് കാര്യങ്ങളിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഇതിൻ്റെ ചിപ്പ് നിർമ്മാണത്തിലേക്ക് അവർ വരുന്നതേ ഉള്ളൂ. EV ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ, മൊബൈൽ, ഈ ഫീൽഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം അവരാണ് ഡോമിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ചൈനീസ് മൊബൈലുകൾ വേൾഡ് ഓവർ ഡോമിനേഷനായി. അതുപോലെ ഇവർ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ഇതിൻ്റെ ഈ 5G മുതൽ സ്പെക്ട്രം റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്, പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ നിരവധി മുന്നേറ്റങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇവരേതാണ്ട് 1980കളിലാണ് ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഫോക്കസ് വരുന്നത്. ഡെൻ സിയാവോപിങ് തന്നെ പറയുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിന് ഓയിലാണുള്ളെങ്കിൽ നമുക്കുള്ളത് റെയർ എർത്താണ്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് അവർ ആ ഫീൽഡിലേക്ക്, ഇതിൻ്റെ ഒരു പ്രത്യേകത ധാരാളം കെമിക്കൽ പ്രോസസ്സിങ് വേണം ഇതിനെല്ലാം ഐസൊലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ സാധാരണ സെമി കണ്ടക്ടർ ടെക്നോളജി എന്ന് പറയുമ്പോൾ സിലിക്കണും ജർമ്മനിയത്തെ പറ്റി സംസാരിക്കുന്നതെങ്കിൽ അതിന് ഈ ചിപ്പിൻ്റെ കൂടെ പ്രവർത്തിപ്പിക്കണം. ഇപ്പോൾ റേഡിയോ ചിപ്പുകളായാലും അല്ലെങ്കിൽ വൈഫൈ, ബ്ലൂടൂത്ത്, ഇതുപോലെ നെറ്റ്വർക്കിംഗ്, അതുപോലെ ചിപ്പുകൾക്കകത്ത് വേണ്ട പല പല കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ചില റെയർ എർത്ത് എലമെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ മൂലകങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവരതിനെ ഫോക്കസ് ചെയ്തു. 1950 തൊട്ട് ഇപ്പോൾ വരെയുള്ള ഏതാണ്ട് ഒരു 70-75 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈന ഏതാണ്ട് 26,000 പേറ്റൻറ്റുകളാണ് ഈ ഫീൽഡിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അടുത്തത് ജപ്പാനാണ്, പിന്നെ അമേരിക്കയാണ്. പക്ഷേ അവർക്ക് ആർക്കും ഒരു 10,000 പോലും ഇല്ലാന്ന് തോന്നുന്നു.